പ്രിയമുള്ളവരെ നമസ്കാരം. ഈ കഴിഞ്ഞ 10 വർഷം, അതായത് നമ്മുടെ സഖാവ് പിണറായി വിജയൻ കേരളം ഭരിച്ചിരുന്ന കാലത്ത് നമ്മൾ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് നല്ല മഴ പെയ്യുന്ന സമയത്ത് റോഡ് ടാർ ചെയ്യുന്ന പരിപാടി. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഏതെങ്കിലും വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ തൽക്കാലം ആ പ്രദേശത്തെ കുഴികളൊക്കെ അടയ്ക്കും. അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അതുപോലെ തന്നെ ഇവിടെ ഡാമുകളൊക്കെ അടച്ചിട്ട് ഒറ്റയടിക്ക് എല്ലാം കൂടെ തുറന്ന് പ്രളയമുണ്ടായ കാഴ്ച, അതൊക്കെ അവർ തന്നെ പിന്നീട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ പുതിയൊരു കാഴ്ച, അതായത് കുത്തി ഒഴുകുമ്പോൾ പുഴ ഇങ്ങനെ കുത്തി ഒഴുകുകയാണ് മഴ പെയ്തിട്ട്. ഈ സമയത്ത് പാലം പണി നടക്കുകയാണ്. അത്തരത്തിലൊരു കാഴ്ച ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കാണാനാകും എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളം ഭരിച്ചിരുന്ന കാലത്ത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം മണ്ഡലത്തിൽ നടന്ന ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ ബാക്കിയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ആകാരായി എന്ന് കണ്ടപ്പോൾ വളരെ തിടുക്കപ്പെട്ട് ഒരു പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം കഴിച്ചു. എന്തായാലും മഴ പെയ്യുന്നതിന് മുമ്പ് ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു പാലത്തിലൂടെ ഒരു നടവഴി ഉണ്ടാക്കിയിരുന്നു. ഈ നടവഴിയും മഴ പെയ്ത് വെള്ളം കൂടി ഒലിച്ചു പോയൊരവസ്ഥയാണ്. ആളുകൾക്ക് നടന്നു പോകാൻ കഴിയില്ല. കുന്നംകുളം മണ്ഡലത്തിലെ എരുമപ്പെട്ടി, വേലൂർ ഗ്രാമപഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ്. ഈ പാലം ഒരുപാട് വർഷങ്ങളായി അപകടത്തിലാണ്. ഒരുപാട് വർഷങ്ങളായി പാലവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയർന്നു വന്നിരുന്നു. ആ സമയങ്ങളിലൊന്നും ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു നീക്കവും നടത്തിയില്ല. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വളരെ തിടുക്കപ്പെട്ട് ഒരു രാത്രിയിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണോദ്ഘാടന പരിപാടികളൊക്കെ നടന്നത്. എന്തായാലും ഉദ്ദേശിച്ച കാര്യം നടന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലത്തിന്റെ പണി ആരംഭിച്ചു എന്നൊക്കെ പറയാൻ കഴിഞ്ഞു. ഇപ്പോൾ കഷ്ടപ്പെടുന്നത് 2 പഞ്ചായത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ പോലും കഴിയാത്തൊരവസ്ഥയുണ്ടായി. പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആരുടെയും ഔദാര്യമല്ല, അത് അവരുടെ അവകാശമാണ്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പഠിക്കാനെത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് എരുമപ്പെട്ടിയിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. 4000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. വേറെയുമുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ലോവർ പ്രൈമറി സ്കൂളുണ്ട്, അതുപോലെ തന്നെ ഇവിടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ നിരവധി കുട്ടികൾ പഠനാവശ്യത്തിന് ഈ എരുമപ്പെട്ടിയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാലമായിരുന്നു, ഒരു റോഡായിരുന്നു ഇത്. നടന്നു വരാൻ കഴിയുമെങ്കിൽ കുട്ടികൾ അതിലെ നടന്ന് വരുന്ന കാഴ്ച രാവിലെയൊക്കെ നമ്മൾ ആ വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും. ഇപ്പോൾ കുട്ടികൾക്ക് നടന്നു വരാൻ പോലും കഴിയാത്തൊരവസ്ഥ. കുട്ടികൾ ഒരുപാട് ചുറ്റിക്കറങ്ങി വേണം സ്കൂളിലെത്താൻ. ഈ വഴിയിലൂടെ ബസ് സർവീസ് ഇല്ല. ബസ് സർവീസ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മറ്റേതെങ്കിലും വഴിക്ക് ആ ബസ്സുകൾ വരുന്നുണ്ടെങ്കിൽ അതിലൂടെ യാത്ര ചെയ്യാം. എന്തായാലും ബസ് ഓടാത്തൊരു വഴിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗം ഉപയോഗിച്ചോ അവർക്ക് സ്കൂളിലേക്ക് എത്തണം. അങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ വലിയ ദുരിതത്തിലാണ്. അതിനേക്കാളൊക്കെ അപ്പുറം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, എരുമപ്പെട്ടിയിൽ നിന്നും 10 മിനിറ്റ് കൊണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ പാലം നിലവിലുള്ള സമയത്ത്. ഇപ്പോൾ ഈ പാലം പൊളിച്ചതോടുകൂടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അത്യാവശ്യമായ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് ചുറ്റിക്കറങ്ങി പോകണം. അത്തരമൊരു അവസ്ഥയും ഈ പ്രദേശത്തെ ആളുകൾ നേരിടുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ, ഒരു പാലം പണിയുകയാണെങ്കിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്, ഒരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്നതിനു വേണ്ടി ഒരു നിർമ്മാണോദ്ഘാടനം നടത്തി ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ എവിടെയും എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആളുകളെ പറ്റിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇപ്പോൾ ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ചില ആളുകൾ ഇത് കണ്ടില്ലെന്ന ഭാവത്തിലാണ്. ആരൊക്കെ കണ്ടാലും കണ്ടില്ലെങ്കിലും ജനങ്ങൾ അനുഭവിക്കുന്നത് വലിയ ദുരിതം തന്നെയാണ്. ഇത് കാണാതിരിക്കാൻ കഴിയില്ല. എന്നാലും കഴിഞ്ഞ 10 വർഷക്കാലം ഇത്തരത്തിലുള്ള ഒരുപാട് തമാശകൾ നമ്മളൊക്കെ കണ്ടതാണ്. കോവിഡുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പ്രളയവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞു. ഡാമുകളൊക്കെ അടച്ചിട്ട് അത് തുറന്നുവിടാതെ ഒരുമിച്ച് തുറന്നുവിട്ട് ഒരു പ്രളയം സൃഷ്ടിച്ച ആ കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. അതുപോലെ ഒരു തമാശ തന്നെയാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം മണ്ഡലത്തിൽ ഉൾപ്പെട്ട എരുമപ്പെട്ടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും കമ്പി കെട്ടി പാലത്തിന്റെ മുകൾ ഭാഗം വാർക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ ദിവസമായിരുന്നു അത് നടക്കേണ്ടത്. അപ്പോഴേക്കും മഴ വന്നു.
സാധാരണ രീതിയിൽ മഴ പെയ്താൽ ഈ പാലത്തിന്റെ കൈവരിക്ക് മുകളിലൂടെ വെള്ളം ഒഴുകി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഏതായാലും അത്തരത്തിലൊരു സാഹചര്യം ഈ ഒരു മഴക്കാലത്തുണ്ടായാൽ ഇപ്പോൾ കെട്ടിയ കമ്പിയും അതുപോലെ തന്നെ അതിന്റെ തൂണുകളുമൊക്കെ ഒഴുകിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഏതായാലും കരാറുകാരന്റെ അവസ്ഥ അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു കട്ടപ്പുക എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ആ കരാറുകാരന് വലിയൊരു നഷ്ടം ഈ ഒരു പാലത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും, അക്കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ നാട്ടുകാർ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതം അതും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല.